അസ്സലാമു വറഹ്മത്തുള്ള. നമ്മുടെ ഹസന സിയാറ സംഘത്തിൻ്റെ ഇത്തവണയുള്ള മെയ് 1 പോയ ബാച്ചും അതുപോലെ തന്നെ മറ്റു പലരും സംഘടിപ്പിച്ച സാമ്പത്തികം കൊണ്ട് പാവങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയാക്കിയതാണ് അജ്മീർ ഖാജയുടെ ദർബാറിൽ വെച്ചുകൊണ്ട്. അൽഹംദുലില്ലാ, അതിൻ്റെ പാക്കിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പാവങ്ങൾ കൊടുക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് നേരിട്ട് കാണാം. അല്ലാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഹസന സിയാറയുടെ ഇത്തവണയുള്ള ബാച്ച് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സ്വരൂപിച്ച പാവങ്ങൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു സെക്ഷൻ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഇതിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹദിയകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നാളെ ജന്നാത്തു നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗദുൽ കൗസർ കുടിക്കാൻ ആരംഭപ്പൂവിൻ്റെ കയ്യിനാൽ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം അല്ലാഹു ഖൈറിലാക്കുമാറാവട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്ലാഹു സംശുദ്ധമാക്കി തരുമാറാവട്ടെ. ഇതുപോലെ ഇനിയും ഒരുപാട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെയുള്ള നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഇന്നെല്ലാവരും എടുത്ത ആ സാമ്പത്തികത്തിന്റെ ഭക്ഷണ വിതരണം ഇപ്പൊ നടക്കുന്നുട്ടാ. ഒരുപാട് പാവങ്ങളുണ്ട് ക്യൂലിട്ടാ. അപ്പൊ ഞാൻ എല്ലാവരും വഴി കൊടുക്കണം. ഇവർ വാങ്ങി ഇങ്ങനെ പോകുന്നിട്ടാ, കണ്ടോട്ടാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ റസാഖാജി ആദ്യം ബിസ്മില്ലാ കണ്ടില്ലേ? 1 പാക്കറ്റ്. സത്യം പറഞ്ഞാൽ ഈ രംഗം കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഈ പെണ്ണ് ചോദിക്കുന്നത് തരാം, അവൻ്റെ കുഞ്ഞിനും കൂടെ ഭക്ഷണം തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പേക്കേ ഒരാൾക്ക് കൊടുക്കുള്ളൂ. ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പ്രിയമുള്ളവരെ, അജ്മീർ ഖാജയുടെ ദർബാറിലെ പാവങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നൊക്കെ രംഗം കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അല്ലാഹ് അൽഹംദുലില്ലാ, ഈ ഒരു അവസരത്തിലായിരുന്നു നമ്മുടെ ഹസന സിയാറയ്ക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞത്. വല്ലാത്ത സന്തോഷം. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇതിലേക്ക് ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹ് ഖൈർ നൽകട്ടെ. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാവങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോവും. ഈ ഒരു അവസരത്തിൽ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇത്തവണ നമുക്ക് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഒരു മാതൃക ആവട്ടെ എന്നതിനൊക്കെയാണ്. വരും മറ്റുള്ളവർക്കും ഇതുപോലെ നമ്മളെല്ലാം അജ്മീറിൽ പോകുമ്പോൾ അവിടുത്തെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് സെക്ഷനുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. ഭക്ഷണം എന്നുള്ളത് നമുക്കറിയാമല്ലോ, വലിയൊരു പുണ്യമുള്ള കാര്യമാണല്ലോ. എന്ത് കൊടുത്താലും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കാര്യമാണല്ലോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് പേരുണ്ട്. ഇത് ക്യൂ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഒരു ലൈൻ മാത്രമായി വരുന്നവരാണ്. ചിലർ കവർ കൊണ്ട് വരുന്നുണ്ട്, ചിലർ മക്കൾക്കും ഭർത്താവിനും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ഒരാൾക്കൊരു പൊതി വീതമാണ് കൊടുക്കാൻ കഴിയുക. എങ്കിലേ ഇതെല്ലാം എല്ലാവർക്കും തികയുകയുള്ളൂ. ഒന്ന് കണ്ടു നോക്കൂ ഈ ഭക്ഷണത്തിനുള്ള തിരക്കുകളും കാര്യങ്ങളും. ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തുള്ള തിരക്കുകളാണ്. അല്ലാഹ് അൽഹംദുലില്ലാ, ഈ ഒരു അവസരത്തിൽ ഹസന സിയാറയ്ക്ക് ഇത്തവണ അവിടുത്തെ ആ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ടും നമ്മുടെ ആ ഒരു സംഘത്തിന് വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ക്യൂവിൻ്റെ രംഗങ്ങൾ എത്രമാത്രം ദൂരത്തേക്കാണ് ആ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഇവരെല്ലാവരും അജ്മീറിലെ പാവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇടയിൽ ചിലരൊക്കെ അല്ലാത്തതുണ്ടാവാം, എങ്കിലും അജ്മീറിലെ പാവങ്ങൾക്കാണ് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.